എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നതിനെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് ആദ്യം പോകാം. നിങ്ങളോടുള്ള പ്രണയം അവർക്ക് അവസാനിക്കുന്നില്ല. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം അവരുടെ മനസ്സിൽ എന്നെന്നും നിങ്ങളോടുള്ള ഇഷ്ടം മാത്രമേ ഉള്ളൂ. ജീവിതകാലം മുഴുവനും നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിൽ അനുസരിച്ച് ജീവിക്കുക. നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നൽകുക, നിങ്ങളെ വേദനിപ്പിക്കാതിരിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളെപ്പോഴും പകരുക. ഇതൊക്കെ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അവർക്കൊരിക്കലും നിങ്ങളിൽ നിന്ന് പോകാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും, എന്തിനു വേണ്ടിയാണ് എന്നെ ആ വ്യക്തി സ്നേഹിക്കുന്നത്? കാരണം ആ വ്യക്തിക്ക് എന്നേക്കാൾ കൂടുതൽ എല്ലാ തരത്തിലുള്ള മുൻതൂക്കങ്ങളുണ്ട്, ഒരുപാട് മെറിറ്റുകളുണ്ട്, ഗുണങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ആ വ്യക്തി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു? ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നെ എന്തുകൊണ്ട് സ്നേഹിക്കുന്നു? എന്തായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു വികാരം? അതായത് നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലെ നന്മ, അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ഒരു ആകർഷണീയതയായിട്ട് വരുന്നത്. ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയാണ്. നിങ്ങൾ ഏറ്റവും നല്ല ഒരു ഹൃദയത്തിന് ഉടമയാണെന്നും നിങ്ങൾ ഏറ്റവും നല്ല ഒരു മനസ്സിന് ഉടമയാണെന്നും ഒക്കെ ഉള്ള ഒരു തീരുമാനം, ഒരു മനസ്സ് ആ വ്യക്തി പറയുന്നു. തീർച്ചയായിട്ടും ആ വ്യക്തി അതിൽ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. അത് ശരിയുമാണ്. നിങ്ങൾ നൽകിയ സ്നേഹം, നിങ്ങൾ നൽകിയ പരിഗണന ആ വ്യക്തിക്ക് ആരിൽ നിന്നും മുമ്പ് അത് കിട്ടിയിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോഴാണ്, നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോഴാണ് ആ സ്നേഹവും ആ ഇഷ്ടവും ഒക്കെ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടുന്നത്. അതിനു മുമ്പ് ആ വ്യക്തിക്ക് അങ്ങനെ ഒരു കാര്യം തന്നെ ലഭിച്ചിട്ടില്ല. നിങ്ങളോടൊത്ത് ജീവിക്കുമ്പോഴും നിങ്ങളോടൊത്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും അപ്പോഴൊക്കെ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ഇഷ്ടം, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നുള്ളൂ. മറ്റാരും ആ വ്യക്തിയെ നിങ്ങൾ പരിഗണിക്കുന്നത് പോലെ പരിഗണിക്കുന്നില്ല. മറ്റെല്ലാവരും എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ആ വ്യക്തിയെ സ്നേഹിച്ചത്. അവരുടേതായ താല്പര്യങ്ങൾ, അവർ യാന്ത്രികമായിട്ട് അപ്പോൾ ഉള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടി. നിങ്ങൾ മാത്രം ഒന്നും ആവശ്യപ്പെട്ടില്ല, അത് ആ വ്യക്തിക്കറിയാം. തീർച്ചയായിട്ടും അത് ഒരു ദിവസം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു കാര്യത്തിലെ കൊണ്ടല്ല ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയത്, അറിഞ്ഞത്. നിങ്ങളുടെ മനസ്സിൻ്റെ എന്നത്തെയും ശുദ്ധത, നിങ്ങളുടെ മനസ്സിൻ്റെ എന്നത്തെയും നന്മ, അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നൊരു വ്യക്തി. എത്രയോ പ്രതിസന്ധികളുണ്ടായി, എത്രയോ പ്രശ്നങ്ങളുണ്ടായി. പക്ഷെ അവയിൽ നിന്നെല്ലാം മാറി മറിഞ്ഞ് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് എല്ലാ നന്മകളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ സാധിച്ചു. എത്രയെത്ര പ്രതിസന്ധികളാണ് ആ വ്യക്തിയെ തളർത്തിയിരുന്നത്. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി നിങ്ങൾ നൽകുന്ന സ്നേഹം, നിങ്ങൾ നൽകുന്ന ഇഷ്ടം, അതാണ് യഥാർത്ഥ സ്നേഹമെന്നുള്ള സത്യം മനസ്സിലാക്കുകയും നിങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തി. എന്തൊക്കെ പ്രതിസന്ധികൾ നേരിട്ടാലും ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ആ മനസ്സിൻ്റെ ഉള്ളിൽ എന്നെന്നും നിങ്ങളുണ്ടായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തി ഉണ്ടായിരിക്കും. അതായിട്ട് ഈ പുഷ്പം പൈലായി സ്വീകരിച്ച റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം. സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ വ്യക്തിയുടെ പെരുമാറ്റം കണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ വ്യക്തി എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു, ഒരേ രീതിയിൽ പെരുമാറുന്നു, ഒരേ രീതിയിലുള്ള സമയം ചിലവഴിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത്, എന്നോട് കൂടുതൽ എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ, ഞാൻ ആ വ്യക്തിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ എന്നോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു ഇഷ്ടം ആ വ്യക്തി കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ലല്ലോ എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നോട് ആ വ്യക്തി ആത്മാർത്ഥത കാണിക്കാത്തതെന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിക്കും.
എന്തായിരിക്കും അതിൻ്റെ ഒരു ഉള്ളിലുള്ള കാര്യം? യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട്. പക്ഷെ നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നേ ഇല്ല. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളിപ്പോഴും സംശയിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മുമ്പിലല്ലാതെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടയാൻ കഴിയുന്നില്ല. അത്രത്തോളം ആഴത്തിലുള്ളൊരിഷ്ടമാണ്. ആ വ്യക്തി എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തിയുടേതായ ചില കാര്യങ്ങൾ കൊണ്ടാണ് ഹാപ്പി ആയത്, സന്തോഷമായത് എന്നുള്ളത് നിങ്ങൾ വിചാരിക്കും. ഞാൻ ആ ജീവിതത്തിൽ ഒട്ടും പ്രധാനപ്പെട്ട ഒരാളല്ല എന്ന് നിങ്ങളൊരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ആ വ്യക്തിയുടെ ഓരോ സന്തോഷത്തിൻ്റെ ഉള്ളിലും, ഓരോ ആത്മവിശ്വാസത്തിൻ്റെ ഉള്ളിലും, ഓരോ വിജയത്തിൻ്റെ ഉള്ളിലും നിങ്ങളുണ്ടെന്നുള്ള സത്യം ആ വ്യക്തി അറിയുന്നുണ്ട്. ആ വ്യക്തിക്ക് ഇന്നും എന്നും ഇതുപോലെ ചിരിച്ചുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും വിജയിച്ചുകൊണ്ടും ആത്മസംതൃപ്തിയോടെ നിൽക്കാൻ കഴിഞ്ഞത് നിങ്ങളുള്ളത് കൊണ്ടാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ യാഥാർത്ഥ്യം നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ വ്യക്തിക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. കാരണം ആ വ്യക്തിയുടെ മനസ്സങ്ങനെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ആ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്നേഹിക്കാതിരിക്കാനായിട്ട് ആ വ്യക്തിക്ക് ഒരിക്കലും കഴിയില്ല. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം ഇങ്ങനെ പെരുകി വരെയാണ്. അതിനെ മറികടക്കാൻ, അതിനെ മറിച്ചിടാനായിട്ട് സാധിക്കില്ല. നിങ്ങളെ എന്നെന്നും സ്നേഹിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ എന്നെന്നും അറിയുന്ന ഒരു വ്യക്തി, എന്തെല്ലാം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും നിങ്ങളെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നൊരു വ്യക്തി, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവീഴ്ചയില്ല. ജീവിതത്തിൽ തനിക്കെന്ത് നഷ്ടപ്പെട്ടാലും അതിലൊക്കെ വിട്ടുവീഴ്ച നടത്തും. എനിക്കത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുന്ന ഒന്നും നടന്നില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ആ വ്യക്തി കരുതുന്നത് നിങ്ങളുമായിട്ടുള്ള ഇഷ്ടം, നിങ്ങളുമായിട്ടുള്ള സ്നേഹം, അതിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പരിഗണനയില്ല. അത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, ഓർമ്മ നഷ്ടപ്പെടുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ അതുവരെ ആ വ്യക്തിക്ക് നിങ്ങളടുത്ത് വേണം. സ്നേഹിക്കാനും ആ വ്യക്തിയുടെ മനസ്സിലുള്ള ദുഃഖങ്ങളൊക്കെ തുറന്നു പറയാനും ആ വ്യക്തിയെ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരേ ഒരാളായിട്ട് എന്നും നിങ്ങൾ വേണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.